എന്താ ഇരിക്കും? വല്ലാത്ത മേലുവേദന, തലയ്ക്ക് എന്തോ ഒരു പെരുപ്പ്. ടെമ്പറേച്ചർ ഉണ്ടോ എന്നൊരു സംശയം. വൈറലാവും. ശ്വാസം ഒന്ന് വലിച്ചോട്ടെ. ഒന്നുകൂടി വലിച്ചോളൂ. BP ഒന്ന് ചെക്ക് ചെയ്തേ. ഡോക്ടർ, നമ്മൾ അണിമംഗലത്ത് ഡോക്ടർ കൃഷ്ണൻ നായരൊക്കെ ചേർന്നൊരു മെഡിക്കൽ റിസോർട്ട് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മോഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കുന്നൊന്നും പറയാറായിട്ടില്ല. അല്ല, ഈ അണിമംഗലം ഡോക്ടർ കൃഷ്ണൻ നായരൊക്കെ എങ്ങനെ പരിചയം? ഞങ്ങൾക്കിപ്പോ അവിടെയല്ലേ ജോലി. ജോലിയോ? ജോലി. അണിമംഗലത്ത് ആ പഴയ കേസില്ലേ, ഒരു പെൺകുട്ടി മരിച്ച കേസ്, അത് ഞങ്ങളിപ്പോ അന്വേഷിച്ചോണ്ടിരിക്കും. നിങ്ങളാരാ? എന്റെ പേര് സേതുരാം അയ്യർ, CBI ഒരു ഉദ്യോഗസ്ഥനാണ്. ആ മരുന്നിനുള്ള കുറിപ്പ് കിട്ടിയെന്ന് എനിക്ക് പോകാമായിരുന്നു. ഡോക്ടർ, പേന അങ്ങനെയല്ല, ഇങ്ങനെ പിടിച്ചായിട്ട്. ഡോക്ടർ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ, BP ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നിങ്ങൾ ആരാ? പറയാം. അതിനു മുമ്പ് ഒരു കാര്യം. 3-4 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു രാത്രിയിൽ ഞായറാഴ്ച ചില ഗുണ്ടകൾ ഇവിടെ വന്നിരുന്നു. അന്ന് അവർ തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. താൻ കേട്ടില്ല? മകനാണല്ലേ? അതെ. പാപം, നല്ല പ്രായം. പന്നപ്പട്ടലെ ഒരക്ഷരം മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് CBI ഒരു വശത്ത് നിങ്ങൾ വാ തുറക്കരുതെന്ന് പറയും, മറുവശത്ത് അവർ വാ തുറക്കണമെന്ന് നിർബന്ധിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം സാർ? CBIയുടെ ജോലി സംസാരത്തിൽ അവസാനിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് ചെയ്തിരിക്കും. അതിനാണ് വന്നത്. അവസാനമായി ഒരവസരവും കൂടി തരാം. 4 വർഷം മുമ്പ് കണ്ടതല്ലേ അവരെ. തിരിച്ചറിയൽ പരേഡ് നടക്കുമ്പോ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വെച്ച് തീർത്തും പറഞ്ഞേക്കണം അവരെല്ലാം ഈ വീട്ടിൽ വന്നതെന്ന്. പറയോ? പറയില്ല. കണ്ടിട്ട് ഞെട്ടലൊന്നും വേണ്ട, ഇത് ഞങ്ങളൊരു ടെക്നിക്കാ. സംശയം തോന്നുന്നവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോരും. കേട്ടയാളുടെ മനസ്സിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ വെയിറ്റ് ചെയ്തത്. എനിവേ, അതൊന്നുമല്ല ഇമ്പോർട്ടന്റ്. ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഗുണ്ടകളെ അയച്ചോ നിങ്ങളാണെന്ന്. എന്തിനായിരുന്നു അത്? ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ഹരിഹരനെ വിരട്ടാൻ വാസുവിനെ ഏർപ്പാടാക്കിയത് ഞാനാണ്. വാസുവിനെ നേരിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് ബാബുവിന്റെ സഹായം തേടി, അത്രേ ഉള്ളൂ. എന്തിനാ അയാളെ ഭീഷണിപ്പെടുത്തിയത്? നിങ്ങൾ, CBI തന്നെയാണ് അതിന് കാരണം. ആ വീടും പറമ്പും ഒക്കെ വിറ്റൊന്ന് സ്വസ്ഥമാകണം. അതിന് നിങ്ങളുടെ അന്വേഷണം ഒരു തടസ്സമാകും. അതുകൊണ്ട് ഗുണ്ടകളെ വിട്ടൊന്ന് വിരട്ടി, അത്ര തന്നെ. CBIക്ക് ബ്രോക്കർ പണിയൊന്നുമില്ല, കച്ചവടം മുടക്കാനും നടത്താനും. അതിലും കഷ്ടമാണ് ചില സമയത്ത്. അത്തേ പോലെ കടിച്ചു തൂങ്ങി കിടക്കും, ജന്മത്ത് പിടിവിടുകയില്ല. മിസ്റ്റർ കൃഷ്ണൻ നായർ, നിങ്ങളിവിടെ നിൽക്കുന്നത് അണിമംഗലത്തെ മാടമ്പിയായിട്ടോ ഡോക്ടറായിട്ടോ അല്ല. യു ആർ എ സസ്പെക്ട്. ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. കം ഓൺ, ടെൽ മീ, എന്തിനാണ് അവരെ ഭീഷണിപ്പെടുത്തിയത്? വീടും പറമ്പും ഒന്നും വിൽക്കാതെ മറ്റു മാർഗമില്ലെന്ന് കാപ്ര പറഞ്ഞപ്പോൾ CBI അതിനൊരു തടസ്സമാകരുതെന്ന് കരുതി. ഗുണ്ടകൾ ഹരിഹരനെ വിരട്ടുന്നത് 4 വർഷം മുമ്പാണ്. പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് കാപ്പർ വരുന്നതും വീട് വിൽക്കാൻ പറയുന്നത്, അല്ലേ? 4 വർഷം മുമ്പ് ദിവ്യദൃഷ്ടിയിൽ തോന്നിയോ കാപ്ര വരുമെന്നും വീട് വിൽക്കാൻ പറയുമെന്നും ഒക്കെ? ഓക്കെ, ഡോക്ടർ പറയുന്നതൊക്കെ സമ്മതിച്ചു. CBI കച്ചവട മുടക്കികൾ പ്രശ്നക്കാർ, അതുകൊണ്ട് ഗുണ്ടകളെ വിട്ടു. അതാ അന്ന്. ഇന്ന് ഈ കേസ് അന്വേഷണം തുടങ്ങിയിട്ട് ഇത്രയും കാലമായി. ഇപ്പൊ ഏത് CBI വിരട്ടനായി ഡോക്ടർ സാർ നേരിട്ട് ഇന്ന് ഐഡന്റിഫൈ ചെയ്യണ്ടെന്ന് പറഞ്ഞത്? പറയൂ ഡോക്ടറെ, ഉത്തരം കിട്ടില്ല. സത്യം, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞങ്ങൾ ആണയിടാം. ആ പെൺകുട്ടിയുടെ മരണവുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. പിന്നെ ഏത് മരണവുമായിട്ടാണ് ബന്ധം? മിസ്റ്റർ കൃഷ്ണൻ നായർ, മൈഥിലി എന്ന പെൺകുട്ടിയുടെ മരണവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്. ഈ കേസിന്റെ അന്വേഷണം തുടങ്ങിയ അന്ന്, ഫ്രം ദ ഡേ 1, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതൊന്നിൽ അവസാനിക്കില്ലെന്ന്. മൈഥിലിയുടെ മരണത്തിന് ശേഷം പോലീസ് എടുത്ത മൊഴിയിൽ എന്നാരോ പറഞ്ഞു ശങ്കരേട്ടന്റെ ഭാര്യ ഉഷ മരിച്ചതും ഇതുപോലെ എന്തോ കണ്ട് ഭയന്നിട്ടാണ്. ഒരു വീട്ടിൽ ഒരേപോലെ 2 മരണങ്ങൾ. അന്വേഷണത്തിൽ മൈഥിലിയുടെ മരണം സ്വാഭാവിക മരണമല്ല എന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും
ഉഷയുടെ മരണത്തെക്കുറിച്ചും സംശയമുണ്ടാവും, അന്വേഷണമുണ്ടാവും. അന്വേഷണമുണ്ടായാൽ അതിന്റെ പിന്നിൽ ആരായിരുന്നുവോ അവർ കുടുങ്ങും. അതുകൊണ്ടാണ് മൈഥിലിയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം തടസ്സപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചത്. ഇപ്പൊ ബന്ധം മനസ്സിലായോ? ഇനി പറയും, ഉഷ എങ്ങനെയാ മരിച്ചത്? ഹാർട്ട് അറ്റാക്ക്. എന്തോ കണ്ട് ഭയന്ന് വീണ ഉഷയെ ഹോസ്പിറ്റലിൽ എത്തിച്ച പിന്നെ അറ്റാക്ക് ഉണ്ടായത്. മരിച്ച നാഷണൽ ഹോസ്പിറ്റൽ വെച്ചല്ലേ? അതെ. നമ്മളല്ലേ എന്റെ ഓണർ? അതെ. ആ സമയം താങ്കളും അവിടെ ജോലി ചെയ്തിരുന്നു അല്ലേ? ഉവ്വ്. നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ അവരെ ചികിത്സിച്ചത്? അല്ല, അതെ. പിന്നെ എന്തുകൊണ്ടാണ് അവരെ ചികിത്സിച്ചതിന്റെ റെക്കോർഡ്സോ കേസ് ഷീറ്റോ ഒന്നും ആ ഹോസ്പിറ്റലിൽ ഇല്ലാതെ പോയത്? എന്ത് സംഭവിച്ചു ആ റെക്കോർഡ്സിന്? ആര് മുക്കി? അവർ ഏത് രീതിയിൽ മരിച്ചാലും ശരി, there is a mystery behind it and you know that. Tell me, അവരെങ്ങനെയാ മരിച്ചത്? ഒരു കയ്യബദ്ധം, മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചു പോയി സാർ. എന്ത് കയ്യബദ്ധം? പെട്ടെന്ന് അവർക്കൊരു ചെസ്റ്റ് പെയിൻ ഡെവലപ്പ് ചെയ്തു. അത് നോർമലാക്കാനുള്ള ശ്രമത്തിനിടയിൽ കൊടുത്ത ഇഞ്ചക്ഷൻ നേരിട്ട് ഹാർട്ടിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന അഡ്രിനാലിൻ എന്ന ഇഞ്ചക്ഷൻ. ഇറ്റ് വാസ് എ റോങ് ഡിസിഷൻ. പിന്നീട് അത് മനസ്സിലായത്. താങ്കൾ പറഞ്ഞതുപോലെ പെൺകുട്ടിയുടെ മരണം തെളിഞ്ഞാൽ ഉഷയുടെ മരണവും അന്വേഷിക്കപ്പെടും. അത് ഭയന്ന് തന്നെയാണ് ഗുണ്ടകളെ അയച്ചതും റെക്കോർഡുകൾ നശിപ്പിച്ചതും. ആ വീട്ടിൽ മറ്റൊരാൾക്കും അറിയില്ല പൂജാമുറിയിലുള്ളത് ഉഷയുടെ ആത്മാവാണെന്ന്. ആ വീടും സ്ഥലവും വാങ്ങാൻ ശ്രമിച്ചത് തന്നെ സ്ഥലം സ്വതന്ത്രമായി കൈ കിട്ടിക്കഴിഞ്ഞാൽ തക്ക പരിഹാരം ചെയ്ത് ആ ആത്മാവിന് മോക്ഷം കൊടുക്കാലോ എന്ന് കരുതി. ഡോക്ടർ ബാബു പറഞ്ഞതാ ശരി. അതെ. അല്ലാതെ യാതൊരു ലാഭേച്ഛയില്ല. CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മൈഥിലി കേസിന്റെ അന്വേഷണം പൂർത്തിയാകുമ്പോ പറയാം ലാഭമോ നഷ്ടമോ എന്ന്. ഭയന്നുള്ള 2 മരണങ്ങൾ ഇതിനോടകം അണിമംഗലത്ത് നടന്നു കഴിഞ്ഞു. അതെ സാർ. ഉഷ ആശുപത്രി വെച്ച്, മൈഥിലി വീട്ടിൽ വെച്ച്. പിന്നെ നമ്മളെ ഭയപ്പെടുത്താനുള്ള ശ്രമം വേറെയും. അല്ല ചാക്കോ, വേലു ഇപ്പൊ പഴുത്ത് കാണോ? പിന്നെ മണം എനിക്ക് ഇവിടെ അടിക്കുന്നുണ്ട് സാർ. വേലുവിനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ വീടൊന്ന് പരിശോധിക്കണം. പ്രിഫറബിളി അണിമംഗലത്ത് ആരും ഇല്ലാത്തപ്പോ. വേലുവിനെ CBI സംശയിക്കുന്നു എന്ന് തൽക്കാലം പുറത്താരും അറിയണ്ടല്ലേ സാർ? യെസ്. എല്ലാ മാസവും 3-4 ദിവസവും അടുപ്പിച്ച് കുടുംബക്കാരെല്ലാം കൂടെ ക്ഷേത്ര ദർശനത്തിന് പോകാറുണ്ട് സാർ. എങ്കിൽ അതാണ് പറ്റിയ സമയം. ഇതേതോ തിരുവാഭരണമാണല്ലോ. ഇവിടെ ഈ പൂജാമുറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഏത് ക്ഷേത്രത്തിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെ അണിമംഗലം ക്ഷേത്രത്തിൽ. കാണാനൊക്കെ ഒരുപോലെ ഉണ്ട്. പക്ഷെ ഇത് സ്വർണ്ണാണോ അത് സ്വർണ്ണാണോ, ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ ഒറിജിനൽ എന്നൊക്കെ അറിയണമെങ്കിൽ ഏതെങ്കിലും സ്വർണ്ണക്കടക്കാരെ തന്നെ കാണിക്കണം. ഈ മാലയും കൊണ്ട് തിരുമേനി ഒന്ന് എന്റെ കൂടെ വരേണ്ടി വരും. വരാൻ വിരോധമില്ല, പക്ഷെ മാനേജർ അനുവദിക്കണം. ഒരു റിക്വസ്റ്റ് തന്നാ കൊടുത്തേക്കാം സാർ. രക്ഷസ് നിവേദിച്ച പായസം ഉണ്ട്, ലേശം എടുക്കട്ടെ. വേണ്ട, ഷുഗർ ഉണ്ടാവും. എനിക്കില്ല. തിരുമേനിക്കോ? അതേ ഉള്ളൂ. ലേഡീസ് ഉണ്ടോ? ഉണ്ടല്ലോ. ചാക്കോ സാർ,
ഒന്ന് സഹായിക്കുന്നേ. ആർക്കാ സാർ? വൈഫിനല്ലാതെ ആർക്കാ? ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. വിക്രം എന്തെങ്കിലും വാങ്ങിക്കുന്നോ? വാങ്ങണമെന്നുണ്ടായിരുന്നു. എന്നാ വൈഫിന്റെ ബർത്ത്ഡേ? സെപ്റ്റംബർ ഒക്ടോബർ ഓർമ്മയില്ല, ഫോൺ ചെയ്ത് ചോദിക്കാം. ഇതൊന്ന് ബില്ല് ചെയ്തേ. പ്ലീസ് കം സർ. തിരുമേനി, ആ തിരുവാഭരണം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതിവരുടെ അമ്പലത്തിലെ തിരുവാഭരണ. ഇതിന്റെ മാറ്റം ഒന്ന് നോക്കണം. ഇതിന്റെ മാറ്റമൊന്നും നോക്കാനില്ല. ഇത് ഒറിജിനൽ 916 ക്വാളിറ്റി തന്നെയാണ്. എന്നാലും നമുക്ക് സംശയം തീർക്കാം. കൃഷ്ണൻ, ഇതൊന്ന് നോക്കി കൊടുക്കൂ. സർ, ഇത് തനി സ്വർണം തന്നെ. ഞാൻ പറഞ്ഞില്ലേ ഇത് പ്യുവർ 916 തന്നെയാണെന്ന്. ഇനിതാ ഇതൊന്ന് നോക്കിയ സ്വാമി. ഹൈ, ഇത് ഡ്യൂപ്ലിക്കേറ്റ്, വെറും പിച്ചള. പക്ഷെ കാണാൻ ഒരേ മാതിരിയുണ്ട്. അത് ആ പണിക്കാരന്റെ കഴിവ് തന്നെയാണ്. കപ്പിൻ ചുണ്ടിനോടേക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വേലുവിന് ഒറിജിനൽ കിട്ടാതെ പോയത്. ആരായി ഡ്യൂപ്ലിക്കേറ്റ് വേലൂന് കൊടുത്തത്? സർ, ഇത് ടെമ്പിൾ ജ്വല്ലറി പെട്ടതല്ലേ? ഒറിജിനൽ ആരാ പണിതെന്ന് പറയാൻ പറ്റുമോ? പറയാം. ഇതിൽ SAR എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് മലയാളത്തിലുള്ള കൊല്ലവർഷം. കൃഷ്ണ, അതൊന്ന് നോക്കൂ. കൊല്ലവർഷം 1104 ആണ്ട്. 76 വർഷം പഴക്കമുണ്ട്. കുഴിക്കാവില് ഒരു SAR ജ്വല്ലറി ഉണ്ട്. വളരെ പഴക്കമുള്ള കടയാണ്. ഒരു പത്മനാഭൻ ആചാര്യ അതിന്റെ ഉടമസ്ഥൻ. ഉദ്ദേശം ഇതിന് എന്ത് വില മതിക്കും? തൂക്കത്തെക്കാൾ ഇതിന്റെ പഴമയ്ക്കാ വില. കൂടാതെ ഈ രത്നങ്ങളുടെ വില. കറക്റ്റ് ബയ്യർ ആണെങ്കിൽ 60-70 ലക്ഷം വരെ കിട്ടാം. എന്താ? ആചാര്യോട് ഒരു വട്ടം സംസാരിക്കാനുണ്ട്. ഈ പഴയ ആഭരണങ്ങൾ വാങ്ങുന്ന ഏർപ്പാട് എനിക്കുണ്ടെന്ന് ആരാ പറഞ്ഞത്? പഴയ ആഭരണങ്ങള് പലരിൽ നിന്നും ആചാര്യ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അതിലൊരാളാണെന്ന് കൂട്ടിക്കോളൂ. ഇത് അണിമംഗലത്തില്ലേ? അവിടുത്തെ ആഭരണങ്ങള് ഏതോ അമ്പലത്തില്. ഹൈ, അതേ അമ്പലത്തിലെ മേശാന്തിയാണ് ഇദ്ദേഹം. ഞാൻ കീശാന്തി. കാര്യകാരണം ഒന്നും തിരക്കണ്ട. ഞങ്ങൾക്ക് ഇത്തിരി പൈസക്ക് അത്യാവശ്യമുണ്ട്. അതുകൊണ്ടാ ഈ ഏർപ്പാടിന് വന്നത്. ഇതുപോലെ വരുന്നവരോട് ഞാൻ കാര്യവും കാരണം തിരക്കാറില്ല. എനിക്ക് കച്ചവടം മുഖ്യം. എന്ത് വില കിട്ടും? തൂക്കവും മാറ്റും നോക്കാതെ ഞാനൊരു വില പറയാം. 15 ലക്ഷം. ഇത്രയും കൂടുതൽ പറയാൻ കാരണം ഈ മാല എന്റെ അപ്പൂപ്പൻ പണിതത് കൊണ്ടാ. അല്ലെങ്കിൽ 10 കൂടില്ല. വില പേശണില്ല. 25 കിട്ടണം. 25? 17? അതിൽ കൂടുതലാണെങ്കിൽ വേണ്ട. 20. അതിൽ കുറഞ്ഞാ പറ്റില്ല. ഇട്ടിയാസു പോകാം. ഇരിക്ക് തിരുമേനി, ഇരിക്കേ. 20 പണം എപ്പോഴാ വേണ്ടത്? എത്ര വേഗാച്ചാൽ അത്ര നല്ലത്. പിന്നെ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണം. ഉടമസ്ഥൻ അമ്പലത്തിൽ വന്ന് നോക്കുമ്പോ കാണണ്ടേ? ഒറിജിനൽ പോലെ ഇരിക്കണം, ഡ്യൂപ്ലിക്കേറ്റും. ഇതിന്റെ ഒരു ഫോട്ടോ അങ്ങോട്ട് പിടിച്ചോളൂ. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ ഫോട്ടോ ഒന്നും വേണ്ട. ഇത് എന്റെ അപ്പൂപ്പൻ ഉണ്ടാക്കിയല്ലേ. ഇതിന്റെ മോൾഡ് ഇവിടെ തന്നെ ഉണ്ട്. 2 ദിവസം കഴിഞ്ഞ് വന്നോളൂ. ഓ, കറങ്ങി തിരിഞ്ഞ് അവസാനം ഇത് എന്റെ അടുത്ത് തന്നെ എത്തി. വരൂ, കയറിക്കോളൂ. ഒറ്റ നോട്ടത്തിൽ ഒറിജിനൽ പോലും തോൽക്കും. അത് തോന്നിയാ മതി. ഒരല്പം മെഴുക്കും കരിപ്പൊടിയും ചേർത്ത് പൂശിയ പഴക്കവും തോന്നും. അതൊക്കെ ഞങ്ങൾ ഏറ്റു. അല്ല, ഒറിജിനൽ എവിടെ? കൊടുക്കുക. ഞങ്ങളൊരു 4-5 പേർ കൂടെ സ്ഥലം കാണുമോ? ആരാ? എന്തു വേണം? എനിക്ക് തന്നെ വേണം. വളരെ നന്ദിയുണ്ട്. തിരുമേനിമാരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇയാളെ കൈയും കളവിടെ പിടിക്കാനും പറ്റില്ലായിരുന്നു, തെളിവും കിട്ടില്ലേ. ചാക്കോ സർ, തിരുമേനിമാർ ഇങ്ങോട്ട് ഇറങ്ങിയ ഇവനെ ഞാൻ കുടലോടങ്ങ് കൊണ്ടുപോകായിരുന്നു.
ഇയാളെ അറിയുമോ? ഇയാളെയാണോ അന്ന് രാത്രി അണിമംഗലത്ത് വെച്ച് കണ്ടത്? അതെ സാർ. വരൂ. വേലു വലിയ കാളി ഭക്തനാണല്ലേ? ഏത് നേരവും വേലുവിന്റെ നെറ്റിയിൽ കുങ്കുമവും കുറിയും കാണും അല്ലേ വേലു? സാരക്കുമുണ്ട് നെറ്റിയിൽ. ഞാൻ ചെറിയ ഭക്തൻ. വേലുവിന് കാപ്പി ചായ ഒന്നുമേ വേണ്ട സാർ, താങ്ക്സ്. ഈ മാല ഏതാ വേലു? ഇതണിമംഗലത്തെ തിരുവാഭരണം കോവിലി കൊടുത്തത്. ഇത് സാറിന്റെ കയ്യിൽ എപ്പടി വന്നു? ഇത് വേലുവിന്റെ കയ്യിൽ എപ്പടി വന്നു? ഭദ്രമായി പൊതിഞ്ഞ് കാളിയുടെ പടത്തിന് പുറകെ വെച്ചിരുന്നില്ലേ, അത് തന്നെ ഇത്. ഇതാരാ തന്നത്? ഇയാളാണോ SAR ജുവലറിയുടെ ഓണർ പത്മനാഭനാചാരി? അറിയില്ലേ വേലു? തനിക്കറിയാവടോ ഇയാളെ? അറിയാം. എങ്ങനെ അറിയാം? ഈ ഡ്യൂപ്ലിക്കേറ്റ് മാലയും കുറെ ഉറുപ്പികയും ഞാൻ വേലുവിന് കൊടുത്തിട്ടുണ്ട്. എന്തിന്? അത് അണിമംഗലത്തുള്ള ഇതിന്റെ ഒറിജിനലിന് വേണ്ടി. ഉറുപ്പിക എന്ന് പറഞ്ഞു. എത്ര കൊടുത്തു? 8 ലക്ഷം കൊടുത്തു. ഒരുമിച്ച് കൊടുത്തോ അതോ പലപ്പോഴായി. ഇതിനൊക്കെ എന്തെങ്കിലും രേഖയുണ്ടോ? പണം കൊടുത്തതിന് പുറമെ 18 സെന്റ് ഭൂമി ഇയാൾക്ക് ആധാരാക്കി കൊടുത്തു. അതിന്റെ രേഖയുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒറിജിനൽ കിട്ടിയോ? ഇല്ല. അതെന്താ? തരാന്ന് ഏറ്റതിന് ഇടയ്ക്ക അവിടെ ഒരു പെൺകുട്ടിയുടെ മരണം നടന്നത്. പിന്നെ അതെല്ലാം അമ്പലത്തിലേക്ക് മാറ്റി. കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയോ? കാശ് കിട്ടിയില്ല. സ്ഥലം മടക്കി തന്നു. താൻ എന്നാ വേലുവിന് മാല കൊടുത്തത്? 4 വർഷമായി. കൃത്യ ദിവസം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്താണ്? അണിമംഗലത്ത് ഒരു പെൺകുട്ടിയുടെ മരണം നടന്നില്ലേ ആ രാത്രിയില്? അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് ചുരുക്കി പറയാമോ? ഞാനിപ്പോ മടങ്ങി വരും. അപ്പൊ താൻ ഒറിജിനലുമായി ഇവിടെ ഉണ്ടാകണം. ഇനി അവധിയില്ല. സാറിങ്ക പിന്നെ നടന്നു ഒന്നും എനിക്കറിയില്ല സാർ. മൈഥിലി പ്രദീപിനെ പ്രതീക്ഷിച്ച് നിന്നായിരിക്കും അല്ലേ? മാലയുമായി പോയ താനും ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടല്ലേ? അർദ്ധരാത്രിയിൽ നടന്ന തിരുവാഭരണത്തിന്റെ ഇടപാട് കണ്ട ഏക സാക്ഷിയായിരുന്നു ആ പെൺകുട്ടി. പിന്നെ ആ പെൺകുട്ടിയെ ജീവനോടെ ആരും കണ്ടിട്ടുമില്ല. പറയൂ, ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? സ്റ്റെപ്പിൽ നിന്ന് ആ കുട്ടി എങ്ങനെ വീണു? വേലു സൂചി കണ്ടിട്ടില്ലേ? തുന്നുന്ന സൂചി. അതിന്റെ ദ്വാരത്തിന്റെ ഇടപോലും ഉണ്ടാവില്ല രക്ഷപ്പെടാൻ. അതുകൊണ്ട് ഉള്ള സത്യം പറഞ്ഞാൽ വേലുവിനും സുഖം, കേൾക്കുന്ന ഞങ്ങൾക്കും സുഖം. പറവേലു. കേട്ടില്ലേ? പറയണോ?
വേലു മൈഥിലിയെ പേടിപ്പിച്ചു എന്നുള്ളത് സത്യം. പക്ഷെ അവൾ കാൽ തെറ്റി വീണു എന്നുള്ളത് നുണ. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് ബോഡി ഇവിടെ കിടന്നിരുന്നത് എന്നല്ലേ വേലു പറഞ്ഞത്? ആമാ സാർ, മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ലേ വിക്രം? മൈഥിലിയുടെ അതേ പൊക്കവും തൂക്കവും ഉള്ള ഡമ്മിയാണ്. ഇത് എങ്ങനെ വീഴുന്നുവോ അങ്ങനെയായിരിക്കണം മൈഥിലി വീണിരിക്കുക. വേലു പറഞ്ഞതുപോലെ ഭയന്ന് ബാലൻസ് തെറ്റി വീണതാണെങ്കിൽ ഡ്രോപ്പ് ഇറ്റ്. വേലൂര് കാര്യം മനസ്സിലായില്ലേ? മനസ്സിലാക്കി തരാം. 5.5 അടിയിലധികം ഉയരമുള്ള ആ പെൺകുട്ടി 2.5 അടി വീതിയുള്ള സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ഉരുണ്ടുരുണ്ട് കൃത്യമായി താഴെ വന്ന് വീഴുക? ഒരിക്കലും നടക്കില്ല വേലു. എങ്ങനെ വീണാലും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ വീഴില്ല. ഈ സ്റ്റെപ്പിനോട് ചേർന്ന് ദാ ഇതുപോലെ ഒരിക്കലും കിടക്കില്ല. ഇനി യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയട്ടെ. വേലു പറഞ്ഞതുപോലെ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ടല്ല ആ പെൺകുട്ടി മരിച്ചിരിക്കുന്നു. മറിച്ച് ഈ വീടിന്റെ തന്നെ മറ്റേതോ ഭാഗത്ത് വെച്ച് അവൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ടു. അതല്ലേ സത്യം? ഇനി എന്താ നുണ പറഞ്ഞാൽ കൂഴച്ചക്കയേക്കാൾ കൂടുതൽ കൊടയും. നടന്ന എന്താണെന്ന് പറയൂ. എവിടെ വെച്ച് എങ്ങനെയാ പെൺകുട്ടി കൊല്ലപ്പെട്ടു? സൊല്ലു വേലു, സൊല്ലപ്പാ. സാറ് പറഞ്ഞത് ശരിയാ. എന്റെ രൂപം കണ്ട് ഭയന്ന് അവൾ ഓടി. പക്ഷെ സ്റ്റെപ്പിൽ വീണില്ല. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ ഓടി. എന്നിട്ട് എന്ത് ചെയ്തു? ഭയന്ന് ബാലൻസ് തെറ്റി വീണ് മരിച്ചതാണെന്ന് ആളുകൾക്ക് തോന്നാൻ അവളെ ഇവിടെ സ്റ്റെപ്പിന്റെ സോട്ടിലിട്ട് പിന്നെ നേരെ കുളത്തിൽ പോയി കുളിച്ച്. ഇപ്പോഴും മുഴുവൻ അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ വേലു. കുറച്ച് ശരി, കൂടുതൽ നുണ. അല്ല സാർ. ആണ് സാർ. അതുകൊട്ടെ, പൂജാമുറിയിലിരുന്ന് മാലയെടുക്കാൻ വേലു എങ്ങനെയാ വീടിനുള്ളിലേക്ക് കയറിയത്? இந்த കോവണിയിലൂടെ. കോണിപ്പടി ഉണ്ടായാൽ മാത്രം പോരല്ലോ, അകത്ത് കിടക്കാൻ വാതിൽ വേണ്ടേ? വാതിലിருக்கு സാർ. ആ വാതിൽ തുറന്നിരുന്നു. വേലുവിന് വേണ്ടി അന്ന് രാത്രി ആ വാതിൽ തുറന്നു ആരാ? പറ. വേലു വരുന്നു എന്നറിഞ്ഞ് ആരാണ് ആ വാതിൽ തുറന്നിട്ടത്? ഈ വീട്ടിൽ ആരാ വേലുവിന്റെ സഹായി? വേലു ആരെയാ രക്ഷിക്കാൻ ശ്രമിക്കുന്നു?
വേലു, ഈ വീട്ടിൽ ആരാ നിന്റെ സഹായി? പറ വേലു.